ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അസ്ത്രയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2025-26 അധ്യയന വർഷത്തെ SLCയുടെ ഹിസ്റ്ററിയുടെ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതല്ല, പുതിയ ടെക്സ്റ്റ് ബുക്കാണ് 10ാം ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവർക്കും ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പാഠത്തിലേക്ക് പോവുകയാണ്, അധികം സമയമൊന്നും കളയുന്നില്ല. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഹ്യൂമനിസമാണ്. ഓക്കെ, ഹ്യൂമനിസം, മാനവികത എന്ന പാഠമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പാഠത്തിൻ്റെ പേര് പരിചയപ്പെട്ടു, ഹ്യൂമനിസം, മാനവികത എന്നാണ്. അപ്പോൾ എന്താണ് ഹ്യൂമനിസം അഥവാ മാനവികത എന്ന് പറഞ്ഞാൽ, നമുക്ക് സിംപിളി പറയുകയാണെങ്കിൽ മനുഷ്യരുടെ വ്യക്തിപരവും സാമൂഹികവുമായ സാധ്യതകൾക്ക് ഊന്നൽ നൽകുന്ന ഒരു ദർശനം അല്ലെങ്കിൽ ഒരു ദാർശനിക നിലപാടിനെയാണ് നമ്മളെന്ത് പറയുക, ഹ്യൂമനിസം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു കോട്ട് അവിടെ കാണാൻ പറ്റും. ആരുടേതാണ്? റോജർ ബേക്കൺ എന്ന് പറഞ്ഞ സയൻറ്റിഫിക് ഫിലോസഫർ, ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന റോജർ ബേക്കൺ എന്ന് പറഞ്ഞ ശാസ്ത്രചിന്തകൻ്റെ വാക്കുകളാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. ഓക്കെ, യെസ്, നമുക്കത് നോക്കിയിട്ട് അടുത്ത ഭാഗങ്ങളിലേക്ക് പോവാം. To neglect knowledge is to neglect virtue. The intellect, lightened by the flame of goodness, cannot help but love it. Love is only born of knowledge. Reason is the guide of a right will. It is reason which leads us to salvation. ഓക്കെ, അപ്പോൾ നോക്കുക, എന്താ ഫസ്റ്റ് ലൈൻ? ടു നെഗ്ലക്റ്റ് നോളജ് ഈസ് ടു നെഗ്ലക്റ്റ് വേർച്യു. അപ്പോൾ നെഗ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവഗണിക്കുക എന്നതാണ്. ടു നെഗ്ലക്റ്റ് നോളജ് ഈസ് ടു നെഗ്ലക്റ്റ് വേർച്യു. അതായത് അറിവിനെ അവഗണിക്കുക എന്ന് പറയുന്നത് എന്താണ്? വേർച്യുവിനെ അവഗണിക്കുന്നത് തന്നെയാണ്. വേർച്യു എന്ന് പറഞ്ഞാൽ നന്മയെ അവഗണിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അറിവിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ നന്മയെ അവഗണിക്കുക എന്ന് തന്നെയാണ്. The intellect is lightened by the flame of goodness, cannot help but love it. Love is only born of knowledge. അപ്പോൾ നെക്സ്റ്റ് വരി നോക്കുക. The intellect lightened by the flame of goodness. അപ്പോൾ ഈ ഗുഡ്നെസ്സിൻ്റെ ഫ്ലെയിം, നന്മയുടെ ജ്വാല കൊണ്ട് പ്രകാശിക്കപ്പെടുന്ന ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ദെൻ ലവ് ഈസ് ഓൺലി ബോൺ ഓഫ് നോളജ്. സ്നേഹം എവിടെ നിന്ന് ജനിക്കുന്നതാണ്? അറിവിൽ നിന്നാണ് ജനിക്കുന്നത്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് അറിവിൻ്റെ സന്തതിയാണ്. ഓക്കെ, റീസൺ ഈസ് ദ ഗൈഡ് ഓഫ് എ റൈറ്റ് വിൽ. അടുത്ത വരി ഇതാണ്, റീസൺ ഈസ് ദ ഗൈഡ് ഓഫ് എ റൈറ്റ് വിൽ. യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റീസൺ എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ നമ്മുടെ ശരിയായ റൈറ്റ് വില്ലിൻ്റെ മാർഗദർശി, നമ്മളെ വഴികാട്ടി എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് റീസൺ വിച്ച് ലീഡ്സ് അസ് ടു സാൽവേഷൻ. ഈ പറയുന്ന യുക്തിയാണ് നമ്മളെ എങ്ങോട്ട് എത്തിക്കുക? മോക്ഷത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വളരെ ചുരുക്കി ഇതിൽ പറയുകയാണ്. ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക? യുക്തിചിന്തയും അറിവും സ്നേഹവും, റാഷണലിസം, നോളജ് ആൻഡ് ലവ്. ഇതിനെക്കുറിച്ച് ഫിലോസഫറായ റോജർ ബേക്കണിൻ്റെ വാക്കാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. അതിനുശേഷം നമ്മൾ പാഠത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ ഇവിടെ റോജർ ബേക്കൺ റെഫർ ചെയ്യുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻസ് ഓഫ് റാഷണലിസം, ഇമ്പോർട്ടൻസ് ഓഫ് നോളജ് ആൻഡ് ലവ്. ഓക്കെ, അപ്പോൾ റാഷണലിസം എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ എന്താ പറയുക? യുക്തിചിന്ത എന്നാണ് പറയുക. അപ്പോൾ യുക്തിചിന്ത എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അനുഭവങ്ങളും ചിന്തയും അറിവും ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് വസ്തുനിഷ്ഠമായിട്ട് അറിവിനെ വിശകലനം ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ചിന്താ രീതിനെയാണ് നമ്മളെന്ത് പറയുക? ഈ റാഷണലിസം അഥവാ യുക്തിചിന്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കുക, ദീസ് ആർ the words of Roger Bacon, a scientific philosopher who lived in England in the 13th century. അപ്പോൾ 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന സയൻറ്റിഫിക് ഫിലോസഫർ, ശാസ്ത്രചിന്തകനാണ് റോജർ ബേക്കൺ. അദ്ദേഹത്തിൻ്റെ വാക്കാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് നമ്മൾ പറഞ്ഞു. ഹിയർ ഹീ ഈസ് റെഫറിങ് to the importance of rationalism, knowledge and love. During his time, the rulers of Europe had denied rationalism. അപ്പോൾ നോക്കുക, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, അല്ലെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യൂറോപ്പിലെ അധികാരികൾ, റൂളേഴ്സ് എന്ത് ചെയ്തില്ല? യുക്തിചിന്തയെ ഡിനൈ ചെയ്തിരുന്നു, നിഷേധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, തിങ്കേഴ്സ് ലൈക്ക് റോജർ ബേക്കൺ
questioned the existing feudalistic power system and its ideas and concepts. അപ്പം ഈ റോജർ ബേക്കറിനെ പോലെയുള്ള ചിന്തകർ എന്ത് ചെയ്തു, അവിടെ നിലവിലുണ്ടായിരുന്ന ഈ ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും അവിടുത്തെ ആശയങ്ങളെയൊക്കെ, അതില്ലെങ്കിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ ആശയങ്ങളെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു എന്ന് പറയാം. ഓക്കെ, യെസ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ഫലം ഉണ്ടായെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. നോക്കുക. ആസ് എ റിസൾട്ട് മെനി ഓഫ് ദോസ് തിങ്കേഴ്സ് വർ സബ്ജക്റ്റ് ടു ക്രൂവൽ പ്രോസിക്യൂഷൻ ആൻഡ് ഇംപ്രിസൺമെൻറ്റ്. ഓക്കെ, ഇതിൻ്റെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള ചിന്തകർ ഇത്തരം ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവരിൽ പലരെയും എന്ത് ചെയ്തു, അവിടുത്തെ റൂളേഴ്സ് ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും ജയിൽ വാസത്തിന് വിധേയരാക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിയേ. സം ഓഫ് ദം ഈവൻ ലോസ് ദിയർ ലൈഫ്സ്. അപ്പോൾ ചിലർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ലേറ്റർ സിറ്റുവേഷൻസ് ബെഗൻ ടു ചേഞ്ച്. പിൽക്കാലത്ത് സ്ഥിതിഗതികളൊക്കെ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമുക്കിവിടെ റോജർ ബേക്കൺ ആൻഡ് ഹിസ് ഡയഗ്രംസ്, റോജർ ബേക്കണും അദ്ദേഹത്തിൻ്റെ ഡയഗ്രം, അദ്ദേഹം വരച്ച ഡയഗ്രങ്ങൾ നമുക്കവിടെ കാണാം. നെക്സ്റ്റ് നോക്കാം. പിന്നെ അടുത്ത പാരഗ്രാഫ് നോക്കിയേ. ഫ്രം 14th century onwards a series of changes took place in the socio-economic and political spheres of Europe. യൂറോപ്പിൻ്റെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ രംഗങ്ങളിൽ 14ാം നൂറ്റാണ്ടോടുകൂടെ എന്തായി, ചില മാറ്റങ്ങൾ സംഭവിച്ചു. Along with the influence of the Greco-Roman cultures of ancient Europe, a tendency to move away from the ideas that existed in the medieval times also gained strength. അതായത് പ്രാചീന യൂറോപ്പിലെ, ആൻഷ്യൻ്റ് യൂറോപ്പിലെ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തോടൊപ്പം മിഡീവൽ പീരീഡിൽ, അല്ലെങ്കിൽ മിഡീവൽ കാലഘട്ടത്തിലെ മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും എന്താണ് മൂവ് അവേ മീൻസ് പിന്നെ വഴി പിരിയാനല്ലെങ്കിൽ ആ ആശയങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഒരു പ്രവണത ആ കാലത്ത് ശക്തിപ്പെട്ടു വന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ പിന്നെ ലെറ്റ്സ് എക്സാമിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ചേഞ്ചസ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇല്ലെങ്കിൽ ഈ മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് തൊട്ട് താഴെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ, ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് അല്ല ഹ്യൂമനിസം, പിന്നെ മാനവികത എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇല്ല, മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടാണ് ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് വൺ, ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്, നഗരജീവിതത്തിൻ്റെ വളർച്ചയാണ്. പ്രോഗ്രസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ, കച്ചവട പുരോഗതി. റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ്, അതായത് ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയാണ് നെക്സ്റ്റ് പോയിന്റ്. ഇൻഡിവിജ്വൽ ലിബേർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം. ഓക്കെ, റാഷണലിസം, യുക്തി ചിന്ത. ദെൻ സ്പ്രെഡ് ഓഫ് സെക്യുലർ വാല്യൂസ്, മതേതര മൂല്യങ്ങളുടെ വ്യാപനം. ഓക്കെ, ദെൻ മോണിറ്ററി എക്കണോമി, അപ്പം പണാധിഷ്ഠിതമായ ഒരു സമ്പദ്ഘടന. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻസ് ഗെയിൻഡ് ബൈ റീജിയണൽ ലാംഗ്വേജസ്. അപ്പോൾ എന്താ റീജിയണൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭാഷ. അപ്പോൾ ഈ പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം. നെക്സ്റ്റ് വൺ, ചേഞ്ചസ് ഇൻ ദ റിലംസ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ്. അപ്പം കലയ്ക്കും ശാസ്ത്രരംഗങ്ങളിലുണ്ടായ മാറ്റങ്ങളാണ് മറ്റൊരു കാര്യം. അപ്പം ഇതാണ് സവിശേഷതകളായിട്ട് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ല മക്കളെ? These changes were particularly evident in Italy, which was part of ancient Roman civilization. അപ്പോൾ പ്രാചീന റോമൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു എന്ത്, ഇറ്റലി. അപ്പം ഈ പ്രാചീന റോമൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ഇറ്റലിയിലാണ് ഈ മാറ്റങ്ങൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഹിസ്റ്റോറിയൻസ് ടേം ദിസ് ചേഞ്ചസ് റിനൈസൻസ്. അപ്പോൾ ചരിത്രകാരന്മാർ ഈ മാറ്റങ്ങൾക്ക് എന്ത് പേരാ കൊടുത്തേ, നവോത്ഥാനം. അപ്പോൾ എവിടെയാണ് ഈ നവോത്ഥാനം ആരംഭിച്ചത് ഇല്ല ആവിർഭവിച്ചത്, ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ ആവിർഭവിച്ച ഈ മാറ്റത്തിന് ചരിത്രകാരന്മാരിട്ട പേരാണെന്ത്, റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്ന് പറയാം. ഓക്കെ, ദ റിനൈസൻസ് ഈസ് കൺസിഡേർഡ് ആസ് എ പീരീഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദ മിഡീവൽ ഫ്യൂഡലിസം ടു മോഡേൺ ഏജ്. അപ്പം പിന്നെ നോക്കാം, പിന്നെ ഫ്യൂഡലിസത്തിൽ നിന്ന് ഇല്ലേ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നുള്ള ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലത്തിനെ എന്ത് വിളിച്ചു, നവോത്ഥാനം എന്ന് വിളിച്ചു. അപ്പോൾ നമ്മളൊരു കോളത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, റിനൈസൻസ്, നവോത്ഥാനം എന്ന് കാണാം അല്ലേ, കണ്ടില്ലേ? അപ്പോൾ എന്താ പറയുന്നത്, ദ വേർഡ് റിനൈസൻസ് മീൻസ് റീബർത്ത്. റിനൈസൻസ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം എന്താണ്, റീബർത്ത് എന്നാണ്. റീബർത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം, പുനർജീവനം ഇല്ല എന്നാ പറയാം അല്ലേ, പിന്നെ പുനർജന്മം എന്നൊക്കെ പറയും. ഇറ്റ് ഡെനോട്ട്സ് ദ റിവൈവൽ ഓഫ് ആൻഷ്യൻ ഗ്രീക്കോ റോമൻ കൾച്ചർ വിച്ച് ബിഗാൻ അറൗണ്ട് 14th century. അപ്പം പിന്നെ ഈ 14ാം നൂറ്റാണ്ടോടുകൂടി
ഈ പറഞ്ഞ പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്ക് എന്തുണ്ടായിട്ടുണ്ട്, ഒരു പുനർജന്മം അല്ലെങ്കിൽ റിവൈവൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആ പുനർജനിയെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്ക് അവിടെ കോളത്തിൽ കാണാൻ പറ്റും, പേജ് നമ്പർ 8 ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ എന്ന് കാണാം. ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കോളം കാണാം. എന്താണ് നോക്കിയേ, ദ 2 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിവിലൈസേഷൻസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ആൻഷ്യൻ യൂറോപ്പ് വർ ഗ്രീക്ക് ആൻഡ് റോമൻ സിവിലൈസേഷൻ. ആൻഷ്യൻ യൂറോപ്പിൽ അഥവാ പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന 2 സംസ്കാരങ്ങളാണ് ഗ്രീക്ക് ആൻഡ് റോമൻ സംസ്കാരങ്ങൾ. ദേ ആർ നോൺ ആസ് ക്ലാസിക്കൽ സിവിലൈസേഷൻ. അവ എന്ത് പേരിൽ അറിയപ്പെട്ടെ, ഈ സംസ്കാരങ്ങൾ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ദ ഗ്രീക്ക് സിവിലൈസേഷൻ വാസ് ഫ്രം 12th to 4th century BC. അപ്പം BC 12-ാം നൂറ്റാണ്ട് മുതൽ BC 4-ാം നൂറ്റാണ്ട് വരെ ആയിരുന്നു ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ കാലഘട്ടം. ഓക്കെ, ദെൻ ദ റോമൻ സിവിലൈസേഷൻ വാസ് 7th century BC to 5th century BC. ഓക്കെ, BC 7-ാം നൂറ്റാണ്ട് മുതൽ CE 5-ാം നൂറ്റാണ്ട് വരെ കേട്ടോ. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. റോമൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് 7th century BC to 5th century CE വരെയുള്ള കാലഘട്ടമാണ്. ഓക്കെ, അതിനിടയിൽ വേറൊരു കാര്യം കൂടി പറയുകയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളും അല്ലാതെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് വേറെ തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്യാറാണ് പതിവ്. പാഠം കഴിഞ്ഞതിന് ശേഷം തന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ക്ലാസ്സിൻ്റെ നോട്ട്സാണ് തരാറ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊന്ന് മനസ്സിലാക്കുക, നമ്മൾ ക്ലാസ് കഴിഞ്ഞോടെ നിങ്ങൾക്ക് നോട്ട്സ് തരും. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരോട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 9 ഒരു ചോദ്യം നമുക്ക് കാണാൻ പറ്റും. ഇവാലുവേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് that the Renaissance was a period of transition from the medieval to the modern. മധ്യകാലഘട്ടത്തിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ്റെ പരിവർത്തനത്തിൻ്റെ കാലമായിരുന്നു നവോത്ഥാനിലെ സംക്രമണ കാലമായിരുന്നു നവോത്ഥാന കാലം എന്ന് ഈ പ്രസ്താവന ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആൻസറായിട്ട് തന്നെ നമ്മൾ വേറെ വീഡിയോ ചെയ്തു തരും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈ റിനൈസൻസ് ഇൻ ഇറ്റലി. അപ്പോൾ നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലിയിൽ എന്ന ഭാഗമാണ്. നോക്കാം, അപ്പോൾ അവിടെ ഭൂപടമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നത് എന്താണ്, ഐഡൻറ്റിഫൈ ദ സിറ്റീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ മിഡീവിയൽ ഇറ്റലി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. നോക്കാം, ദെൻ സിറ്റീസ് ഇൻ ഇറ്റലി വർ ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ് ഇൻ യൂറോപ്പ്. ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാരണങ്ങൾ താഴെ പറയുന്നുണ്ട്. നോക്കിയേ, ദേ വർ മോർ ഇൻഡിപെൻഡൻറ്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക്. അപ്പോൾ അവർ മോർ ഇൻഡിപെൻഡൻറ്റ്, അപ്പോൾ വളരെ കൂടുതൽ സ്വതന്ത്രവും അതുപോലെ തന്നെ എന്താണ് വെൽത്തി എന്ന് പറഞ്ഞാൽ സമ്പന്നമായിരുന്നു. ദെൻ ഡൈനാമിക്, ഊർജ്ജസ്വലമായിരുന്നു. ഓക്കെ, ട്രേഡേഴ്സ് ഇൻ ദി സിറ്റീസ് വർ വെൽ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. അപ്പം ഈ സിറ്റിയിലെ വ്യാപാരികൾക്ക് ഈ ബാങ്കിങ് മേഖലയെക്കുറിച്ചും അതുപോലെ തന്നെ ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ആൾക്കാരായിരുന്നു എന്ന് പറയുന്നു. Then some of them had expertise in technical matters of trade such as bookkeeping. Many of them had become extremely wealthy through trade. അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരുവിധം ആൾക്കാർ ബുക്ക് കീപ്പിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകളിൽ അത്യാവശ്യം അറിവൊക്കെ ഉള്ളവരായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിരവധി പേര് വാണിജ്യത്തിലൂടെ ട്രേഡിലൂടെ അതിസമ്പന്നരായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് നമുക്കൊരു കോളത്തിൽ കാണാൻ പറ്റും. അപ്പോൾ നോക്കുക, എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, ഡീറ്റെയിൽഡ് റെക്കോർഡിംഗ് ഓഫ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓൺ എ ഡെയിലി ബേസിസ് ഈസ് കോൾഡ് ബുക്ക് കീപ്പിംഗ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ നമ്മുടെ ഒരു സ്ഥാപനത്തിലെ വരവും ചിലവും കണക്കാക്കൂലേ, ഈ വരവും ചിലവും ദൈനംദിന അടിസ്ഥാനത്തിൽ കണക്കാക്കി അല്ലെങ്കിൽ ക്രമമായിട്ട് രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, ബുക്ക് കീപ്പിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പം ബുക്ക് കീപ്പിംഗ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ നടപടിയാണെന്ത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു നവോത്ഥാനം ആരംഭിച്ചത് നവോത്ഥാനം ആവിർഭവിച്ചത് എവിടെയാണ്, ഇറ്റലിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കാം, പേജ് നമ്പർ 10 ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ദ കൊമേഴ്ഷ്യലൈസേഷൻ ദാറ്റ് ഒക്കേർഡ് ഇൻ യൂറോപ്പ് ബൈ 11th century ലെഡ് ടു ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ മിഡീവിയൽ ഫ്യൂഡൽ സിസ്റ്റം ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് ദ റിലീജിയസ്
സുപ്രമസി. അപ്പം ഒരു കാലഘട്ടത്തിൽ മതത്തിൻ്റെ മേധാവിത്വം അവിടെ ഉണ്ടായിരുന്നു, ഫ്യൂഡൽ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ തകർച്ചയുടെ ഒരു കാലഘട്ടമായിരുന്നു ഏത്? 11-ാം നൂറ്റാണ്ട്. അപ്പോൾ ഈ 11-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ ഈ പറഞ്ഞ മതമേധാവിത്വവും അതുപോലെ തന്നെ ഫ്യൂഡൽ വ്യവസ്ഥയൊക്കെ തകർവാണ്. എന്താണ് അവിടെ ആ സമയത്ത് എടുത്തു പറയുന്നൊരു പോയിന്റ് എന്താണ്? അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ദ കൊമേഴ്ഷ്യലൈസേഷൻ ദാറ്റ് ഒക്കേർഡ് ഇൻ യൂറോപ്പ് ബൈ ദ 11th century. 11-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം ഈ പറഞ്ഞ ഫ്യൂഡൽ വ്യവസ്ഥയെയും മതഭേദാവിത്വത്തെയൊക്കെ തകർക്കുന്ന അല്ലെങ്കിൽ ക്ഷയിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ദിസ് ലെഡ് ടു ദ എമർജൻസ് ആൻഡ് ഡൊമിനേഷൻ ഓഫ് ദ ന്യൂ വെൽത്തി ക്ലാസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വാണിജ്യ പുരോഗതി ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? അവർ സമ്പന്ന വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു സമ്പന്ന വിഭാഗം ഉണ്ടാവുകയും അവരുടെ ഡൊമിനേഷൻ, അവരുടെ ആധിപത്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ആസ് എ റിസൾട്ട് സെവറൽ വെൽത്തി ഫാമിലീസ് ഓൾസോ എമേജ്ഡ് ഇൻ ഇറ്റലി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇറ്റലിയിൽ ഒരുപാട് സമ്പന്ന കുടുംബങ്ങൾ, വെൽത്തി ഫാമിലി ഉയർന്നു വരുവാണ്. ഓക്കെ, ദെൻ ദ ഡിമാൻഡഡ് എ ഷെയർ ഇൻ ദ പൊളിറ്റിക്കൽ പവർ. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ് ആയിട്ടുള്ളത്. ഇവർ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഒരു പങ്ക് ആവശ്യപ്പെടുകയാണ്. ആരാണ് ആവശ്യപ്പെടുന്നത്? ഈ വെൽത്തി ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഉയർന്നു വന്ന ഈ കുടുംബങ്ങളും അവ വളർന്നു വന്ന നഗരങ്ങളുമാണ് നമ്മൾ പറയാൻ വന്നത്. ദ ഡിമാൻഡഡ് എ ഷെയർ ഇൻ ദ പൊളിറ്റിക്കൽ പവർ. ലെറ്റ്സ് എക്സാമിൻ സം ഓഫ് ദീസ് ഫാമിലീസ് ആൻഡ് ദെയർ റെസ്പെക്റ്റീവ് സിറ്റീസ്. ഏതൊക്കെ സിറ്റീസിലാണ് അവർ വളർന്നു വന്നത്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ആ കുടുംബങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇറ്റാലിയൻ ഫാമിലീസ് ആൻഡ് സിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾ ഫാമിലീസും സിറ്റീസും പരിചയപ്പെടാൻ പോവുകയാണ്. നോക്കുക, ഇറ്റാലിയൻ ഫാമിലീസ്. മെഡിച്ചി, ഒന്നാമത്തെ മെഡിച്ചി. അപ്പോൾ അവിടെ സ്പെല്ലിംഗ് MEDICI ആണ്, അതിൻ്റെ ഉച്ചാരണം മെഡിച്ചി എന്നാണ്, ഇറ്റാലിയൻ വേർഡാണ് മെഡിച്ചി. അപ്പോൾ സിറ്റീസ് ഫ്ലോറൻസ്. ഓക്കെ, ദെൻ സ്ഫോർസ എവിടെയാണ് സിറ്റി? മിലാൻ. നെക്സ്റ്റ് വൺ ഫർണീസി എവിടെയാണ്? പാർമ. ഓക്കെ, ദെൻ ഒർസിനി നേപ്പിൾസ് ആണ്. ദെൻ വിസ്കോന്തി വരുന്നത് മിലാനാണ്. ഓക്കെ, അപ്പോൾ ഇറ്റാലിയൻ ഫാമിലിയും ആ സിറ്റീസും. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ പഠിക്കുന്നത്. ഏതാണ് ഇറ്റാലിയൻ കുടുംബം, അത് വളർന്നു വന്ന നഗരങ്ങൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ എന്താണ് ക്രൂസൈഡ്സ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ പാരഗ്രാഫിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എന്താണ് ക്രൂസൈഡ്സ് എന്നൊക്കെ നമ്മൾ കുരിശ് യുദ്ധങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, പഠിച്ചിട്ടുണ്ടാവും. ദ വാസ് fought between believers of Islam and Christianity over Jerusalem, which was considered a holy land by both. ഓക്കെ, അപ്പോൾ അതായത് ഇസ്ലാം മതവിശ്വാസികളുടെയും അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസികളുടെയും വിശുദ്ധ നാടായിട്ട് കരുതപ്പെടുന്ന സ്ഥലമാണ് ജെറുസലേം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെറുസലേമിന് വേണ്ടി നടന്ന യുദ്ധങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുക? കുരിശ് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുക, ക്രൂസൈഡ്സ് എന്ന് അറിയപ്പെടുക. ദ ക്രൂസൈഡ്സ് ദാറ്റ് ടുക്ക് പ്ലേസ് ഫ്രം ദ 11th to 13th century had a profound impact on the political, social and economic lives in both Europe and Asia. അതായത് ഈ യുദ്ധം കാലഘട്ടം എന്ന് പറയുന്നത് 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയായിരുന്നു ഇതിൻ്റെ കാലഘട്ടം. ഓക്കെ, അത് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് കൂടി പറയാണ്. ഓക്കെ, ഇതാണ് ക്രൂസൈഡ്സ്. The crusades that took place during the medieval period facilitated cultural exchange between the East and the West. അപ്പോൾ നോക്കുക, ഈ കുരിശുദ്ധങ്ങൾ ഏത് കാലഘട്ടം മുതൽ എവിടം വരെയാണെന്ന് നമ്മൾ പറഞ്ഞു. 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ്. CE 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കാലത്ത് ഇല്ലെങ്കിൽ ഈ കുരിശുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ കിഴക്കും പടിഞ്ഞാറും, ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ഒരു സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എ കൾച്ചറൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ ഈസ്റ്റ് ആൻഡ് ദി വെസ്റ്റ്. ഇറ്റാലിയൻ സിറ്റീസ് ഗോട്ട് അക്വൈൻറ്റഡ് വിത്ത് ദ കൾച്ചേഴ്സ്, സിറ്റീസ് ആൻഡ് ലൈവ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഈസ്റ്റേൺ വേൾഡ്. അപ്പം ഈ ഇറ്റാലിയൻ ജനങ്ങൾ ഇറ്റാലിയൻ നഗരങ്ങൾ എന്തായി? ഈ പറഞ്ഞ കിഴക്കൻ ലോകത്തിലെ സംസ്കാരങ്ങളും നഗരങ്ങളും ഇവിടുത്തെ ജനജീവിതമൊക്കെ ആയിട്ട് എന്തായി? നല്ല പരിചയത്തിലായി. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു നോക്കിയേ? ദിസ് ആക്സിലറേറ്റഡ് ദ ഗ്രോത്ത് ഓഫ് ദ ഇറ്റാലിയൻ സിറ്റീസ്. അപ്പോൾ ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടാൻ ഒരു കാരണമായിട്ടുണ്ട് ക്രൂസൈഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആസ് എ റിസൾട്ട് ഓഫ് ട്രേഡ് ലിങ്ക്സ് വിത്ത് ദ ഇസ്ലാമിക് എംപയർ
ആൻഡ് ദ ബൈസാൻഡിയൻ എംപയർ. ബൈസാൻഡിയൻ എന്ന് പറയുമ്പം ഈസ്റ്റേൺ റോമൻ എംപയർ. നമ്മൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഈസ്റ്റേൺ റോമൻ എംപയർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്നൊക്കെ നമ്മൾ മലയാളം മീഡിയക്കാരും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യ ബന്ധത്തിലൂടെ എന്ത് സംഭവിക്കുകയാണെന്ന് നോക്കിയേ. എനോർമസ് വെൽത്ത് ഫ്ലോവ്ഡ് ഇൻ ടു ദ ഇറ്റാലിയൻ സിറ്റീസ്. ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പിന്നെ ഒരുപാട് വൻതോതിൽ സമ്പത്ത് ഒഴുകിയെത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, ഓവർ ടൈം മെർച്ചൻസ് ഇൻ ഇറ്റാലിയൻ സിറ്റീസ് ഗെയിൻഡ് മോണോപോളി ഇൻ ദ ട്രേഡ് ബിറ്റ്വീൻ ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് ഇൻ ദ മെഡിറ്ററേനിയൻ. അപ്പോൾ നോക്കുക, ഈ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് പിന്നെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യ ബന്ധത്തിൻ്റെ കുത്തക ആരുടെ കയ്യിലേക്ക് വരികയാണ്? ഇറ്റാലിയൻ നഗരങ്ങളുടെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലേക്കായി എന്നാണ് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ആസ് എ റിസൾട്ട് ഓഫ് ട്രേഡ് ലിങ്ക്സ് വിത്ത് ദ ഇസ്ലാമിക് എംപയർ ആൻഡ് ബൈസാൻഡിയൻ, അതായത് ഈസ്റ്റേൺ റോമൻ എംപയർ, എനോമസ് വെൽത്ത് ഫ്ലോവ്ഡ് ഇൻ ദ ഇറ്റാലിയൻ സിറ്റീസ്. അതായത് ഇസ്ലാമിക സാമ്രാജ്യം, ബൈസാൻഡിയൻ സാമ്രാജ്യം, ഇവരുമായിട്ടുള്ള വാണിജ്യ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സമ്പത്ത് എങ്ങോട്ട് വരികയാണ്? ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് വരികയാണ്. പിന്നെ കാലക്രമേണ ഓവർ ടൈം എന്ത് സംഭവിക്കുകയാണ്? ഈ മെഡിറ്ററേനിയൻ പ്രദേശത്ത് പിന്നെ നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ആ വാണിജ്യ ബന്ധത്തിൻ്റെ ആധിപത്യം ആരുടെ കയ്യിലേക്ക് വരികയാണ്? ഇറ്റാലിയൻ നഗരത്തിലെ കച്ചവടക്കാരുടെ കയ്യിലേക്ക് വരുവാണ്. ഓക്കെ, ഇത്രയും കാര്യമാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. ഇറ്റാലിയൻ സിറ്റീസ് വെർ വെൽത്തിയർ കമ്പയർഡ് ടു അതർ യൂറോപ്യൻ സിറ്റീസ്. ഡിസ്ക്രൈബ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദിസ്. അപ്പോൾ ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലായില്ലേ, ഇറ്റാലിയൻ നഗരങ്ങൾ മറ്റ് യൂറോപ്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമ്പന്നമായിരുന്നു എന്ന്, അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് നമുക്ക് ഈ ഒറ്റ പാരഗ്രാഫിൽ തന്നെ നമുക്ക് കുറേ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഭാഗം ഞാൻ ഇത്ര വരെ ഇന്ന് എടുക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ എടുത്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത്. ഏതായാലും പിന്നെ പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിൻ്റെ 10ാമത്തെ പേജിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇത് പിന്നെ പാഠം പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കുക. അതിനുശേഷം നമ്മൾ നോട്ട്സൊക്കെ തരും. അപ്പോൾ എല്ലാവരും ക്ലാസ് എല്ലാം കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.